ടർബോ വരുമ്പോൾ ഈ ഒരു പഞ്ചാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. സെക്കൻഡ് ഗിയറിലാണ് ഫുള്ള് ചവിട്ടി പിടിച്ചിട്ടുണ്ട്, പക്ഷേ വണ്ടി ഇപ്പോഴും ഇരിക്കുന്നില്ല. മാരുതി സുസുക്കി എസ് ക്രോസ്, ഇത് 2019 മോഡലാണ്, ഡീസലാണ്. ഈ ഒരു വേരിയന്റ് പറയുകയാണെങ്കിൽ നമ്മൾ 2015 ആദ്യം എസ് ക്രോസ് ഇറങ്ങിയപ്പോൾ വണ്ടി കാണാൻ ഭയങ്കര ബോറായിരുന്നു. അതിന് ശേഷം ഇറങ്ങിയ ഈ എസ് ക്രോസ് അത്യാവശ്യം നല്ല ലുക്കുണ്ട്. പിന്നെ ഇതൊരു ക്രോസ് ഓവർ ആയിട്ടാണ് മാരുതി ഇതിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്, ഒരു SUV ആയിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും നല്ല രീതിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, കാര്യങ്ങളെല്ലാം നല്ല സൂപ്പറായിട്ട് തന്നെ മാരുതി ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കാർസ് മാരുതി ഹാസ് എവർ മെയ്ഡ്. എസ്പെഷ്യലി നമ്മൾ ഇതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളും നോക്കുമ്പോൾ ഫ്രണ്ടും ബാക്കെല്ലാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ലുക്കാണ്. പക്ഷേ ഈ ഒരു പുതിയ എസ് ക്രോസിൽ വന്നപ്പോൾ ഫ്രണ്ടും ബാക്കും തമ്മിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജിൽ ചെറിയൊരു പാഴ്പ്പഴക്ക് പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഫ്രണ്ടിൽ നല്ല അഗ്രസീവ് നേച്ചറും ബാക്കിൽ പഴയ എസ് ക്രോസിനെ പോലെ തന്നെ ഒരു സോഫ്റ്റ് നേച്ചറാണ്. പിന്നെ ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ദിസ് ഗെറ്റ്സ് റിയർ ഡിസ്ക് ബ്രേക്ക് ആൻഡ് ഇതിൻ്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളെല്ലാം നല്ല സൂപ്പറാണ്. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ അത് പറഞ്ഞുതരാം. വണ്ടി നമുക്കിത് ഈ ഒരു വണ്ടി 1.3 മൾട്ടിജെറ്റ് ഡീസലാണ്. സോ ഓൾ ദ ഡീസൽ ഫാൻസ് പ്ലീസ് ഡു സ്കിപ്പ് ടു ദി ഡ്രൈവിംഗ് പാർട്ട്. നിങ്ങൾക്ക് ഡിസൈൻസ് കാര്യങ്ങളൊന്നും കേൾക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ടു ദി ഡ്രൈവ് പാർട്ട്. ഞാൻ ഈ വണ്ടി എങ്ങനെയാണ് വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ട്, ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ക്ലിയർ കട്ടായിട്ട് പ്രിസൈസ് ആയിട്ട് പറയുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, ഒരു ഫാമിലിക്ക് പോകാൻ പറ്റിയൊരു വണ്ടിയാണ്. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിന് റിയർ AC വെൻ്റ് ഇല്ല. ഇത് പറയുമ്പോൾ ഫുൾ ഓപ്ഷനാണ്, ആൽഫ വേരിയൻ്റ് ആണ്, പക്ഷേ ഇതിന് ബാക്കിൽ AC വെൻ്റ് ഇല്ല. പിന്നെ നോക്കുമ്പോൾ ഇതിൻ്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുണ്ട്, കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു വീക്കെൻഡിലേക്കുള്ള ലഗേജ് എല്ലാം സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു വേരിയൻറ്റ് സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. ഇതിന് ഒരു സ്മാർട്ട് അസിസ്റ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് നല്ല ഫ്യൂൽ എഫിഷ്യൻസിയും പിന്നെ ചെറിയൊരു ടോക്ക് അസിസ്റ്റും എഞ്ചിന് ഈ ഒരു സിസ്റ്റം പറയുകയാണെങ്കിൽ മാരുതി നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇൻറ്റീരിയർ ശരിക്കും പറഞ്ഞാൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റീസ് ആർ വെരി ഗുഡ്, നല്ലൊരു റെസ്പോൺസീവ് ആയ മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു നമ്മളെ ക്ലസ്റ്റർ കാണുമ്പോൾ നല്ല സുസുക്കി നല്ല എഴുതി വന്നു, നല്ലൊരു അനലോഗ് ആയിട്ടുള്ളൊരു പ്രീമിയം ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെ നമുക്ക് തരുന്നുണ്ട്. ഇതിനുള്ളിലൊരു ചെറിയൊരു MID കാര്യങ്ങളുണ്ട്. അനലോഗ് ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ലൊരു ഫീലുണ്ട്. പിന്നെ ക്ലൈമറ്റ്രോണിക് AC ആണ്, റിയർ AC വെൻ്റ് ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ബട്ട് മറ്റ് കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ദിസ് കാർ ഇസ് മോർ ഓർ ലെസ് പെർഫെക്റ്റ് കാർ. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ തുടങ്ങാം, വണ്ടി ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം. ഓടിക്കുന്നത് എസ് ക്രോസിന്റെ 1.3 മൾട്ടിജെറ്റ് ഡീസൽ ആൽഫ വേരിയന്റ് ആണ്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ എഞ്ചിനാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിന്റെ മിഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് വണ്ടി ഒരു 5000 RPM വരെയൊക്കെ വലിക്കുന്നത്. നമുക്ക് ഒരിക്കലും ഒരു അണ്ടർപവർഡ് വണ്ടി ഫീൽ ചെയ്യില്ല. പറയുമ്പോൾ ഇത് ജസ്റ്റ് 1248 1248 cc എഞ്ചിൻ, ഈ എഞ്ചിന്റെ വലുപ്പമുള്ളൂ. അതുപോലെ തന്നെ 90 PS പവറും 200 Nm ഓഫ് ടോർക്കാണ്. പക്ഷേ ഈ സ്പെക് ഷീറ്റ് എന്ന് പറഞ്ഞാൽ കമ്പയർഡ് ടു ദ റൈവൽസ് വളരെ വീക്കാണ്. പക്ഷെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഒരു പെർഫോമൻസ് ഡെഫിനറ്റ് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഡ്രൈവിംഗ് പോസ്റ്റർ ആയാലും കാര്യങ്ങളായാലും ഇതിന്റെ ഒരു ഹാൻഡ്ലിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആയാലും എല്ലാം വളരെ ന്യൂട്രൽ ആയ ഒരു വണ്ടിയാണ്. പിന്നെ ഇതിന്റെ സ്റ്റിയറിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രീം ആയിട്ട് കണ്ടീഷൻസിൽ നമ്മൾ ഈ ഹാർഡ് കൗണ്ടർ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു വേഗമായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ മോസ്റ്റ് ഓഫ് ദി സിനാരിയോസിൽ ഈ വണ്ടി ഒരു പ്രഡിക്റ്റബിൾ ഹാൻഡിലറാണ്. അതുപോലെ തന്നെ ഇതിന്റെ ബ്രേക്കിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 വീൽസിലും ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമുക്ക് ബ്രേക്കിംഗ് ഒരു പോരായ്മ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ABS ഉണ്ട്, EBD ഉണ്ട്, 2 എയർ ബാഗ് ഉണ്ട്. ഈ സേഫ്റ്റി കാര്യങ്ങളെല്ലാം നല്ല നൈസാണ്. പിന്നെ ഈ ടർബോ വരുമ്പോൾ ഈ ഒരു പഞ്ചാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. പിന്നെ 5000 RPM റെഡ് ലൈൻ ഫോർ ഡീസൽ ഇസ് ജസ്റ്റ് സംതിങ് എൽസ്. ഒരു 80, 90, 100 ഒക്കെ നമ്മൾ വളരെ എഫേർട്ട്ലെസ് ആയിട്ടാണ് എത്തുന്നത്. നമുക്ക് ഒരിക്കലും ഈ വണ്ടി അണ്ടർപവർഡ് ആയിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ ഇതിന്റെ ഒരു മെയിൻ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് പറയണമെങ്കിൽ ഇതിന്റെ ലാഗാണ്. ടർബോ ലാഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ടർബോ ലാഗാണ്. നിങ്ങൾ കറക്റ്റായ രീതിയിൽ ഗിയർ ഷിഫ്റ്റ് മാറി ഗിയർ മാറിപ്പോയില്ലെങ്കിൽ നമ്മൾ വളരെയധികം ഇപ്പൊ സെക്കൻഡ് ഗിയറിലാണ് ഫുള്ള് ചവിട്ടി പിടിച്ചിട്ടുണ്ട്, പക്ഷെ വണ്ടി ഇപ്പോഴും വലിക്കുന്നില്ല. ഇപ്പോഴാണ് വലിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ ടർബോ വരുമ്പോഴുള്ള ഒരു കിക്ക് നമ്മൾ ഇപ്പോഴത്തെ വണ്ടികൾ ഇപ്പൊ പ്രത്യേകിച്ച് BS6 ഡീസൽസിൽ ഈ ഒരു ഫൺ ഫാക്ടർ ഇല്ലാതെ ആയിക്കോണ്. പക്ഷേ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു മറ്റേ എന്താ പറയാ പഴയ ഡീസൽസിന്റെ ക്യാരക്ടർ ഉള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു യൂസ് മാർക്കറ്റിൽ ഒരു എസ് ക്രോസ് നോക്കുമ്പോൾ എന്തായാലും കൺസിഡർ ചെയ്യണം. ഈ ഒരു ഡീസൽ എസ് ക്രോസ് നോക്കുന്നവർക്കാണെങ്കിൽ ഈ 1.3 മൾട്ടിജെറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അണ്ടർപവർഡ് കാറല്ല. ഞാൻ പലപ്പോഴും പല റിവ്യൂസിലും കേട്ടിട്ടുണ്ട് ഭയങ്കര ലാഗാണ്, ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. യെസ്, ലാഗ് ഉണ്ട്. പക്ഷെ നമ്മൾ വൺസ് യു ആർ അക്കസ്റ്റം ടു ദി നേച്ചർ ഓഫ് ദി എഞ്ചിൻ, ഈ ഒരു എഞ്ചിന്റെ ക്യാരക്ടറായിട്ട് നമുക്ക് ഒരു ബന്ധത്തിൽ എത്തിപ്പെടാൻ പറ്റിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു പഞ്ച് ഫീൽ ചെയ്യാം. പിന്നെ നമുക്ക് മെല്ലെ പോകണമെങ്കിൽ 4th ഒരു 1000 RPM ഒരു 30-40 ഒരു കുത്തലില്ലാതെ പോവാം. ഒരു കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മൾ എത്രയൊക്കെ ഹാർഡായിട്ട് ഓടിച്ചാലും ഇതിന്റെ ഫ്യൂൽ എഫിഷ്യൻസി ഇസ് ദി ഹൈലൈറ്റ്. ഒരു 15-17 ഇടയിൽ എങ്ങനെയൊക്കെ ഹാർഡായിട്ട് പോയാലും കിട്ടും. പിന്നെ വളരെ എഫിഷ്യന്റ് ആയിട്ട് ഓടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ യു
യു ക്യാൻ ഗെറ്റ് എനിവേ ബിറ്റ്വീൻ 20 to 22. കമ്പനി പറയുന്നത് ഐ ഗെസ് ഇറ്റ്സ് 21. പക്ഷെ നമുക്ക് ആ കമ്പനി പറയുന്ന മൈലേജ് തന്നെ ഇതിന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന് ഗിയർ ഷിഫ്റ്റ് എല്ലാം പറഞ്ഞാൽ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ചേഞ്ച് ചെയ്യാം. നമുക്കൊരു ഒറ്റ വിരലുകൊണ്ടൊക്കെ ഗിയർ മാറ്റാം. അത് അത്രയും സ്മൂത്ത് ആണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് എസ്ക്രോസ് നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ വിജയിക്കാനെന്ന് എനിക്കറിയില്ല. കാരണം ഇതിന് ശരിക്കും ഒന്ന് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ആ ഒരു ടൈമിൽ മറ്റേ ഫസ്റ്റ് ഇറങ്ങിയ എസ്ക്രോസ് അല്ല, ഈ സെക്കൻഡ് ജെൻ എസ്ക്രോസ് ഇറങ്ങിയപ്പോൾ ഇവർ റേറ്റും കാര്യങ്ങളെല്ലാം ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ചെയ്തിരുന്നു. പക്ഷെ ആ ടൈമിൽ ആൾക്കാർക്ക് എസ്ക്രോസ് എക്സ്പെൻസീവ് ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും അധികം ആൾക്കാർ എസ്ക്രോസിലേക്ക് പോകാനുള്ളത്. സോ ദിസ് ഇസ് മൈ റിവ്യൂ അബൌട്ട് എസ്ക്രോസ്. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് എനിക്ക് വളരെ ഒരു പേഴ്സണലി ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. എൻ്റെ അളിയൻ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ 3-4 വർഷമായിട്ട് ഈ വണ്ടിയായിട്ട് ഒരു പ്രത്യേക ഒരു ബന്ധമുണ്ട്. ഞങ്ങൾ കുറേ ലോങ്ങും കാര്യങ്ങളെല്ലാം ഓടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി 54,000 കിലോമീറ്റർ ഓടി. എന്നിട്ട് ഈ വണ്ടിക്ക് കംപ്ലൈൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് സാധാ സർവീസ് ചെയ്യുക, കാര്യങ്ങൾ വേറെ സാധനങ്ങൾ മാറ്റുന്ന ആവശ്യമൊന്നും വന്നിട്ടില്ല. ദാറ്റ് ഇസ് മാരുതി റിലയബിലിറ്റി ഫോർ യു. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.